രണ്ട് ലോകങ്ങൾക്കിടയിലെ ഒരു സന്ദേശവാഹകൻ. കേൾക്കുമ്പോൾ ഒരു കഥയുടെ തുടക്കം പോലെ തോന്നുന്നില്ലേ? പക്ഷേ ഇത് കഥയല്ല. 3i അറ്റ്ലാസ് എന്ന പ്രപഞ്ചത്തിന്റെ ഒരു കോണിൽ നിന്നും നമ്മളെ തേടിയെത്തിയ ഒരു യഥാർത്ഥ അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കാണുന്ന ഈ നക്ഷത്രങ്ങൾക്കപ്പുറം ആഴത്തിലുള്ള ആ കറുത്ത ശൂന്യതയില്ലേ, അവിടെ എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുക? നമ്മൾ ഇതുവരെ അറിയാത്ത എന്തെല്ലാം കഥകളായിരിക്കും ആ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത്? അങ്ങനെയുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കുള്ള ഒരു ചെറിയ സൂചന, അതെ, അത് നമുക്ക് കിട്ടി. 2025-ൽ ആ വലിയ പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പുതിയ അറിവ് നമുക്ക് മുന്നിലെത്തി. അപ്പോൾ നമുക്ക് കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ പുതിയ അപ്രതീക്ഷിതനായ അതിഥി നമ്മുടെ പ്രപഞ്ചത്തിന്റെ പടിവാതിൽക്കലെത്തിയത്? തീയതി ഓർത്തുവെച്ചോളൂ. 2025 ജൂലൈ 1. ചിലിയിലെ അറ്റ്ലസ് എന്നു പേരുള്ള ഒരു നിരീക്ഷണ സംവിധാനം ആകാശത്ത് ഒരു പുതിയ ചലനം രേഖപ്പെടുത്തി. ഒറ്റനോട്ടത്തിൽ സാധാരണമായി തോന്നിയേക്കാം, പക്ഷേ അതൊരു പുതിയ തുടക്കമായിരുന്നു. പക്ഷേ കേട്ടോ, ഇങ്ങനെയൊരു അതിഥി വരുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. ഓർക്കുന്നില്ലേ, 2017-ൽ ഒമോമുവ വന്ന് നമ്മളെയെല്ലാം ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞു. പിന്നെ 2019-ൽ ബോറിസോവ് എന്നൊരു വാൽനക്ഷത്രം. ഇപ്പോ ഇതാ 3i ATLS കൂടി വന്നതോടെ ഒരു കാര്യം ഉറപ്പായി. ഇതൊരിക്കലും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് ഇതൊരു തുടർച്ചയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരുമല്ലേ? നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ കോടിക്കണക്കിന് പാറകളും മറ്റുമിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നല്ലാതെ ഇത് പുറത്തുനിന്ന് വന്ന ഒന്നാണെന്ന് ശാസ്ത്രജ്ഞർക്ക് എങ്ങനെയാ മനസ്സിലായത്? ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിറ്റക്റ്റീവ് കഥ പോലെയാണ്. ആ കഥയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ആ അന്വേഷണത്തിലെ ഏറ്റവും വലിയ തുമ്പൊളിഞ്ഞിരുന്നത് അതിൻ്റെ യാത്രയിലായിരുന്നു. അതിൻ്റെ സഞ്ചാരപാത അത് സാധാരണമായിരുന്നില്ല. അതായിരുന്നു അതിൻ്റെ അന്യഗ്രഹ ബന്ധത്തിനുള്ള ആദ്യത്തെ തെളിവ്. അതായത് ഹൈപ്പർബോളിക് ട്രാജക്ടറി. പേര് കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ് സംഭവം. നമ്മുടെ സൂര്യന്റെ സ്വാധീന വലയത്തിൽ പെട്ടുപോവാതെ ഒറ്റത്തവണ മാത്രം സൗരയൂഥത്തിലേക്ക് വന്ന് കടന്നുപോകുന്ന ഒരു വൺ വേ ടിക്കറ്റ് യാത്ര. അങ്ങനെയൊരു പാത പിന്തുടരണമെങ്കിൽ ഉറപ്പാണ് അതിന്റെ ഉത്ഭവം നമ്മുടെ ഈ സൗരയൂഥത്തിലല്ല. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഭൂമിയൊക്കെ ഒരു റേസ് ട്രാക്കിലെ കാറ് പോലെയാണ്. സൂര്യനെ ചുറ്റി ഒരേ വഴിയിൽ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാൽ 3i ആറ്റ്ലസ് അങ്ങനെയല്ല. അതൊരു കവണയിൽ വെച്ച് ദൂരേക്ക് എറിഞ്ഞ കല്ല് പോലെയാണ്. ഒറ്റ വരവേ ഉള്ളൂ. സൂര്യനെ കടന്ന് അതിന്റെ വഴിക്ക് അങ്ങ് പോകും. പിന്നെ ഒരു മടങ്ങിവരവില്ല. അപ്പോ ആ ഡിറ്റക്റ്റീവ് കഥയിലെ സ്മോക്കിംഗ് ഗൺ എന്ന് പറയില്ലേ, നിർണായകമായ തെളിവ് അതായിരുന്നു ഈ സഞ്ചാരപാത. ഒരു സംശയത്തിനും പിന്നെ സ്ഥാനമില്ല. ശരി, അപ്പോ ആരാണ് ഈ അതിഥിയെന്ന് നമുക്ക് കൂടുതൽ അടുത്തറിയാമല്ലേ? അതിന്റെ പ്രൊഫൈൽ ഒന്ന് വിശദമായി നോക്കാം. ആ പ്രൊഫൈലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ ഇതാണ്, 6.1374. ഓർബിറ്റൽ എക്സെൻട്രിസിറ്റി എന്നാണ് ഇതിന് പറയുക. ഒരു വസ്തുവിന്റെ ഈ സംഖ്യ 1-ൽ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം അത് പുറത്തുനിന്ന് വന്നതാണെന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 6-ൽ കൂടുതലെന്ന് പറഞ്ഞാൽ എത്ര ഉറപ്പുള്ള തെളിവായിരിക്കും അത്? എക്സെൻട്രിസിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇനി അതിന്റെ ചരിവ് നോക്കൂ, 175.11 ഡിഗ്രി. അതായത് നമ്മുടെ ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്നതിന്റെ ഏതാണ്ട് എതിർദിശയിലാണ് ഇതിന്റെ യാത്ര. പിന്നെ വേഗത, സൂര്യനോട് ഏറ്റവും അടുത്തെത്തുമ്പോൾ സെക്കൻഡിൽ 68.3 കിലോമീറ്റർ. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ആരും പേടിക്കണ്ട, ഇത് ഭൂമിയുടെ അടുത്തൊന്നും വരുന്നില്ല. ഏകദേശം 1.8 EU, അതായത് ഒരു 27 കോടി കിലോമീറ്ററൊക്കെ അപ്പുറത്തുകൂടിയാണ് ഇതിന്റെ പോക്ക്. അതുകൊണ്ട് നമുക്കൊരു ഭീഷണിയുമില്ല. ഓക്കേ, നമ്മളതിനെ കണ്ടെത്തി, അതിന്റെ സഞ്ചാരപാതയൊക്കെ മനസ്സിലാക്കി. പക്ഷെ ശരിക്കും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ഇതുകൊണ്ടൊക്കെ നമുക്കെന്താ? എന്തുകൊണ്ടാണ് ഈ ഒരു കണ്ടെത്തൽ ശാസ്ത്രലോകത്തിന് ഇത്രയും വലിയൊരു കാര്യമാകുന്നത്? കാരണം മറ്റേതെങ്കിലും ഒരു നക്ഷത്ര സമൂഹത്തിൽ നിന്നുള്ള ഒരു കഷ്ണം നേരിട്ട് പഠിക്കാൻ കിട്ടുന്ന ഒരു അപൂർവ അവസരമാണിത്. ചിന്തിച്ചു നോക്കൂ, കോടാനുകോടി കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു ലോകത്തിന്റെ സാമ്പിളാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനാകുമെന്നല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അന്യനക്ഷത്ര സമൂഹത്തിന്റെ കെമിസ്ട്രി എന്താണെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. അവിടെയൊക്കെ ഗ്രഹങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടിയേക്കാം. നക്ഷത്രങ്ങൾക്കിടയിലുള്ള ആ ശൂന്യസ്ഥലത്ത് എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാം. ചുരുക്കി പറഞ്ഞാൽ മറ്റേതോ ലോകത്തുനിന്ന് നമുക്കായി അയച്ച ഒരു സൗജന്യ ബഹിരാകാശ പേടകം പോലെയാണിത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ പുസ്തകത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ എഴുതി ചേർക്കാൻ ഇത് നമ്മളെ സഹായിക്കും. അതെ, ശരിക്കും പറഞ്ഞാൽ മറ്റേതോ സൗരയൂഥത്തിന്റെ ഒരു ഭാഗം, ഒരു കഷ്ണം പ്രപഞ്ചം തന്നെ നമ്മുടെ വീട്ടുപടിക്കൽ കൊണ്ടുതന്നതുപോലെയാണ്. ഇതിലും വലിയൊരു അത്ഭുതം വേറെയുണ്ടോ? ആദ്യത്തെ അതിഥി വന്നപ്പോൾ അതൊരു സർപ്രൈസായിരുന്നു. രണ്ടാമത്തെ ആൾ വന്നപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ ഇപ്പോൾ മൂന്നാമതും ഒരാൾ വന്നതോടെ ഇതൊരു പാറ്റേൺ ആണെന്ന് ഉറപ്പായി. അപ്പോൾ അടുത്തതായി വരുന്ന അതിഥി നമുക്കായി എന്ത് രഹസ്യങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്?
പ്രപഞ്ചത്തിന്റെ ഏത് കോണിലെ കഥയായിരിക്കും ആ സന്ദർശകൻ നമ്മളോട് പറയുന്നത്? നമുക്ക് കാത്തിരിക്കാം അല്ലേ?